റൈഡറിനൊപ്പം ജില്ലിന് നിൽക്കാൻ ക്യാപ്പബിൾ ആയിട്ടുള്ള ഒരു എഞ്ചിൻ ട്യൂണിംഗ് ആണ്. ഇന്റർസെപ്റ്ററിനെ പോലെ ഫുഡ് ബൈക്കുകൾ ഒരുപാട് പിന്നോട്ടല്ല, പക്ഷെ ഇത്രയും നെഗറ്റീവ്സും കൂടെ ഉൾപ്പെടുമ്പോഴാണ് ആ ഒരു ബൈക്കിന്റെ പർപ്പസും ക്യാരക്ടറും ഒക്കെ കംപ്ലീറ്റ് ആവുള്ളൂ. റോയൽ എൻഫീൽഡിന്റെ സ്ക്രാംബ്ലർ കാറ്റഗറി പെടുന്ന ഒരു ബൈക്കാണ് കേട്ടോ ഇത്. കാറ്റഗറി പറയുമ്പോൾ പലർക്കും ഇത്തരം ബൈക്കുകൾ എന്ത് പർപ്പസിനാണ് യൂസ് ചെയ്യുന്നത് എന്നൊരു കൺഫ്യൂഷൻ വന്നേക്കാം. സ്ക്രാംബ്ലർ ബൈക്കുകൾ പൊതുവെ റോഡിലും ഓഫ് റോഡിലും ഒരുപോലെ ഓടിക്കാൻ പറ്റിയ ബൈക്കുകളാണ്. ഇന്റർസെപ്റ്റർ 650 കണ്ടുമടുത്തവർക്കും എന്നാൽ ആ ഒരു പവറിൽ തന്നെ കുറച്ചുകൂടെ റഫ് ആൻഡ് ടഫ് ആയിട്ട് ഓഫ് റോഡും ഹൈവേസും ഒരുപോലെ റൈഡ് ചെയ്യാൻ പറ്റിയ ബൈക്ക് നോക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് റോയൽ എൻഫീൽഡ് ഈ ഒരു ബൈക്ക് ഇറക്കിയിരിക്കുന്നത്. ഇത്തരം ബൈക്കുകൾ പെട്ടെന്നൊരു ദിവസം ആകാശത്ത് നിന്ന് പൊട്ടി വീണതല്ല. ഇതിന് പിന്നിൽ 1950കളിൽ തുടങ്ങിയ ഒരു മാസ് ഹിസ്റ്ററി തന്നെയുണ്ട്. ബ്രിട്ടനിൽ ട്രെയിൽസ് റേസിംഗ് ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ കനത്ത് നിൽക്കുന്ന സമയം എന്നൊക്കെ പറയാം. അതായത് റോഡൊന്നും ഇല്ലാത്ത ഫോറസ്റ്റ് ഏരിയസിലൂടെ വണ്ടി ഓടിച്ച് ജയിക്കണം. ഇതിൽ റോയൽ എൻഫീൽഡ് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് അവരുടെ വിശ്വവിഖ്യാതമായ ബുള്ളറ്റ് 350ലും 500ലും ഒക്കെ ചില മാറ്റങ്ങൾ വരുത്തിയിട്ടൊക്കെയാണ്. അതായത് ഭാരം കുറച്ച് സൈലൻസർ മുകളിലേക്ക് പൊക്കി വെച്ച് നല്ല കട്ടി ബ്ലോക്ക് ടയറുകളൊക്കെ ഇട്ട് അങ്ങനെയാണ് റോയൽ എൻഫീൽഡിന്റെ ആദ്യത്തെ ഒഫീഷ്യൽ ഫാക്ടറി സ്ക്രാംബ്ലറുകൾ ജനിക്കുന്നത്. 1953, 1955 വരെയൊക്കെ ബ്രിട്ടീഷ് ട്രയൽസ് റേസിംഗ് ചാമ്പ്യൻഷിപ്പുകളിൽ ഈ വണ്ടികളുടെ റെക്കോർഡുകൾ തൂത്തുവാരി എന്നൊക്കെ നമുക്ക് പറയാം. പിന്നീട് റോയൽ എൻഫീൽഡ് പൂർണ്ണമായിട്ട് ഇന്ത്യയിലേക്ക് മാറിയപ്പോൾ നമ്മൾ കണ്ടത് പക്ക ക്ലാസിക് ബുള്ളറ്റുകളാണ്. എന്നാലും ആ ഒരു സ്ക്രാംബ്ലർ കാറ്റഗറിനെ റോയൽ എൻഫീൽഡ് മറന്നിട്ടില്ല എന്നതിന്റെ ആദ്യ പടിയായിരുന്നു ഹിമാലയന്റെ പ്ലാറ്റ്ഫോമിൽ വന്ന സ്ക്രാം 411 എന്ന ബൈക്ക്. എന്നിരുന്നാലും റോയൽ എൻഫീൽഡ് ആ ഒരു പക്ക വിന്റേജ് ടിൻ സിലിണ്ടർ സ്ക്രാംബ്ലർ DNA തിരികെ കൊണ്ടുവരുന്നത് ഈ ഒരു ബൈക്കിലൂടെയാണ്. 1960കളിലെ കാലിഫോർണിയൻ മരുഭൂമിയിലെ ബിഗ് ബിയർ റൺ എന്ന റേസിൽ റോയൽ എൻഫീൽഡിന്റെ ഇന്റർസെപ്റ്റർ ഓടിച്ച് ജയിച്ച എഡ്ഡി മൾഡർ എന്ന കേവലം 16 വയസ്സുള്ള ആ ഒരു റൈഡറിന്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ ഒരു ബൈക്കിന്റെ പേരിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഹലോ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, മോട്ടോർ നോയ്സ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇപ്പോൾ ഉള്ളത് റോയൽ എൻഫീൽഡ് BR 650. ഇന്റർസെപ്റ്ററിനേക്കാൾ ടോർക്ക് കൂടിയൊരു ബൈക്കാണിത്. നല്ലൊരു അഗ്രസീവ് ക്യാരക്ടറാണ് ബൈക്കിനുള്ളത്. സോ നമുക്ക് മനസ്സിലാവും ഇതൊരു ബിഗിനർ ഫ്രണ്ട്ലി ബൈക്കല്ല. നിങ്ങളൊരു 200cc 300cc ബൈക്കൊക്കെ ഓടിച്ച് പഠിച്ച് എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ബൈക്കിന് എളുപ്പം ഹാൻഡിൽ ചെയ്യാൻ പറ്റും. നല്ലൊരു റോഡ് പ്രസൻസ് ഉള്ള ബൈക്കാണിത്. ഒരു പക്ക അഗ്രസീവ് മോഡേൺ റെട്രോ ലുക്കാണ് ബൈക്കിനുള്ളത്. ബൈക്കിന്റെ ഫ്രണ്ട് സെക്ഷനിലേക്ക് നോക്കുമ്പോൾ റോയൽ എൻഫീൽഡിന്റെ ആ ഒരു സിഗ്നേച്ചർ റൗണ്ട് LED ഹെഡ്ലൈറ്റ്സ് നമുക്ക് കാണാൻ പറ്റും. അത്യാവശ്യം വിസിബിലിറ്റി നൽകുന്ന ഹെഡ്ലൈറ്റ് ആണ്. നമ്മുടെ വില്ലേജ് റോഡ്സിലേക്കും സിറ്റി റോഡ്സിലേക്കും നോക്കുമ്പോൾ ഓക്കെയാണ്. പക്ഷെ എനിക്ക് തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ലൈറ്റ് ഒരു 100 km/h ഹൈവേസിലൊക്കെ റൈഡ് ചെയ്യാൻ നേരത്ത് ഹൈ ബീമിന് വിസിബിലിറ്റി കുറവുള്ള പോലെ ഫീൽ ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല മൂടൽ മഞ്ഞിലും നല്ല മഴയത്തൊക്കെ റൈഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിനെ സംബന്ധിച്ച് ഒരു ജോഡി ഓക്സിലറി ലൈറ്റ്സ് എപ്പോഴും ബെറ്റർ ആയിരിക്കും. നമ്മൾ ഹിമാലയൻ 450 കണ്ട ആ ഒരു ചെറിയ സ്റ്റീക്ക് ആയിട്ടുള്ള LED ഇൻഡിക്കേറ്റേഴ്സും ആണ് ഈ ഒരു ബൈക്കിനുള്ളത്. മാത്രമല്ല ഷോയുടെ UST ഫ്രണ്ട് ഫോക്സുകളും 19 ഇഞ്ച് സ്പോക്ക് വീൽസും ഒരു ബ്ലോക്ക് പാറ്റേൺ ടയറുകളൊക്കെ കൂടി ചേരുമ്പോൾ ബൈക്കിന്റെ ഫ്രണ്ടിൽ നിന്ന് ഒരു പക്ക സ്ക്രാംബ്ലർ സ്റ്റാൻസ് കിട്ടുന്നുണ്ട്. ഹെഡ്ലൈറ്റിന് തൊട്ട് മുകളിലായിട്ട് ഒരു സിംഗിൾ പോഡ് ഫുൾ ഡിജിറ്റൽ TFT ഡിസ്പ്ലേ നമുക്ക് കാണാൻ പറ്റും. മീറ്ററിലെ സെറ്റിംഗ്സ് മാറ്റാൻ വേണ്ടിയിട്ട് ഹാൻഡിൽ ബാറിന്റെ അടുത്ത വശത്തായിട്ട് ഒരു 5-way ജോയിസ്റ്റിക്ക് കമ്പനി നൽകിയിട്ടുണ്ട്. നമ്മുടെ മൊബൈൽ ബ്ലൂടൂത്ത് വഴി മീറ്ററായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിൾ മാപ്പ്, ഫോണിൽ വരുന്ന കോളുകൾ, മെസ്സേജ് അലേർട്സ്, മ്യൂസിക് എന്നിവയെല്ലാം ഈ ഒരു ജോയിസ്റ്റിക്ക് വഴി നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. മീറ്റർ കൺസോളിന്റെ തൊട്ട് താഴെയായിട്ട് ഒരു Type-C ചാർജിംഗ് പോർട്ട് നൽകിയിട്ടുണ്ട്. ബൈക്കിന്റെ ആ ഒരു വിന്റേജ് സ്ക്രാംബ്ലർ ലുക്കിനോട് പക്ക മാച്ചിങ് ആവുന്ന രീതിയിലുള്ള റൗണ്ട് മിറേഴ്സ് ആണ് ബൈക്കിന് നമുക്ക് കാണാൻ പറ്റുന്നത്. വൈഡ് ആയിട്ടുള്ള നല്ല വിസിബിലിറ്റി നൽകുന്ന മിറേഴ്സ് ആണ് ഇത്. ബൈക്ക് ഒരു ഹൈ RPM-ലേക്ക് വരുമ്പോൾ മിററിലുള്ള വൈബ്രേഷൻസ് ഒക്കെ കുറവാണ്. പക്ഷേ ഇതിന്റെ ഒരു നെഗറ്റീവ് സൈഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈക്കിന്റെ ഹാൻഡിൽ ബാർ അത്യാവശ്യം വൈഡാണ്. അതുപോലെ തന്നെ ഈ ഒരു മിറേഴ്സ് ഇത്ര വൈഡായിട്ട് നിൽക്കുമ്പോൾ നമ്മൾ നല്ലൊരു ട്രാഫിക്കിലൂടെ എടുത്തുകൊണ്ട് പോകുമ്പോൾ ബൈക്കിന്റെ മിറേഴ്സ് കൊണ്ട് തട്ടാൻ ചാൻസ് ഉണ്ട്. ജസ്റ്റ് ഒന്ന് സൂക്ഷിച്ചാൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല. 648cc എയർ ഓയിൽ കൂൾഡ് ടിൻ സിലിണ്ടർ എഞ്ചിൻ, ഒരു പാരലൽ ടിൻ എഞ്ചിനാണ് ബൈക്കിന്റെ കാര്യത്തിൽ നൽകുന്നത്. ഇത് 47.4 bhp 7150 RPM-ലും 56.5 Nm ടോർക്ക് 5150 RPM-ലാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ബൈക്കിന്റെ പവർ ഫിഗേഴ്സിലേക്ക് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ബൈക്കിൽ ലോ ആൻഡ് മിഡ് റേഞ്ച് ഫോക്കസ്ഡ് എഞ്ചിനാണ് ഉള്ളത്. ഇന്റർസെപ്റ്ററായിട്ട് ഒരു കമ്പാരിസൺ നോക്കുമ്പോൾ 52 Nm 5150 RPM-ലാണ് ഇന്റർസെപ്റ്ററിന് കിട്ടിയതെങ്കിൽ BR 650ലേക്ക് നോക്കുമ്പോൾ 56.5 Nm നമുക്ക് 5150 RPM-ൽ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നല്ലൊരു ഇനീഷ്യൽ പഞ്ച് നൽകുന്ന ബൈക്കാണിത്. പവർ സ്ലൈഡ് ഒക്കെ ചെയ്യാൻ അടിപൊളിയായിരിക്കും. ഒരു ഓഫ് റോഡ് ഒക്കെ എടുക്കുന്ന സമയത്ത് ഒട്ടും ലാഗില്ലാത്ത ബൈക്കും ചാടിച്ച് കൊണ്ടുപോകാൻ റൈഡറിനൊപ്പം ജില്ലിന് നിൽക്കാൻ ക്യാപ്പബിൾ ആയിട്ടുള്ള ഒരു എഞ്ചിൻ ട്യൂണിംഗ് ആണ് കമ്പനി ഒരു ബൈക്കിന് കൊടുത്തിരിക്കുന്നത്.
ഹൈ RPM കയറുമ്പോൾ ബൈക്ക് കുറച്ച് ലാഗായിട്ട് ഫീൽ ചെയ്യും. ടോപ്പ് സ്പീഡിന് വേണ്ടിയിട്ടുള്ള ബൈക്ക് അല്ലാതെ ബൈക്കിന്റെ ആ ഒരു ആക്സിലറേഷൻ ഫീൽ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഈ ഒരു ബൈക്ക് പക്കാ മാച്ചിങ് ആണ്. ലോ ടു മിഡ് RPM ബൈക്കിന്റെ ഫുൾ ഫണ്ണും ഇരിക്കുന്നത്. ബൈക്കിന്റെ സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോൾ ഒരു പക്ക വിന്റേജ് ഡെഡ് ബൈക്കിന്റെ സ്റ്റാൻസ് ആണ് ഇതിന്. ആ ഒരു പഴയകാല റേസിംഗ് ബൈക്കുകളിലെ നമ്പറുകൾ എഴുതുന്ന ഒരു പ്ലേറ്റ് ഡിസൈനും ഇതിനകത്ത് കാണാം. ബൈക്കിന് ഒരു സിംഗിൾ സൈഡ് 2-in-1 എക്സോസ്റ്റ് ആണ് കമ്പനി കൊടുത്തിരിക്കുന്നത്. ഇന്റർസെപ്റ്ററിനേക്കാൾ കുറച്ചുകൂടെ റോ ആയിട്ടുള്ള ഒരു സൗണ്ട് പോലെ ഇത് ഫീൽ ചെയ്യുന്നുണ്ട്. ഇന്റർസെപ്റ്ററിൽ നമ്മൾ കണ്ട ആ ഒരു ടിയർ ഡ്രോപ്പ് ഡിസൈനിലുള്ള 13.7 ലിറ്ററിന്റെ ഫ്യൂൽ ടാങ്ക് ആണ് ഈ ഒരു ബൈക്കിന് കമ്പനി കൊടുത്തിരിക്കുന്നത്. ഏകദേശം 20-നും 25-നും ഇടയ്ക്കൊക്കെ ആയിട്ടാണ് ഈ ഒരു ബൈക്കിന് മൈലേജ് കിട്ടുന്നത്. ഒരു സിംഗിൾ പീസ് സ്ക്രാംബ്ലർ സ്റ്റൈൽ സീറ്റാണ് ബൈക്കിനുള്ളത്. റൈഡർ ഇരിക്കുന്ന ഭാഗം കുറച്ച് താന്നിട്ടും പില്ലിന്റെ ഭാഗം വരുമ്പോൾ കുറച്ച് ഉയർന്നിട്ടും അത്യാവശ്യം സ്റ്റിഫർ ആയിട്ട് ഫീൽ ചെയ്യുന്ന ഒരു സീറ്റാണിത്. 830 mm ആണ് ബൈക്കിന്റെ സീറ്റ് ഹൈറ്റ് വരുന്നത്. 184 mm ആണ് ബൈക്കിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. ഞാൻ 164 സെന്റിമീറ്റർ ആണ് എന്നെ വെച്ചിട്ട് എനിക്ക് ബൈക്കിന്റെ അപ്പുറത്തും ഇപ്പുറത്തും കാല് കറക്റ്റ് ആയിട്ട് കുത്താൻ എത്തുന്നില്ല. ഇന്റർസെപ്റ്ററിനെ പോലെ ഫുട് പേക്കുകൾ ഒരുപാട് പിന്നോട്ടല്ല, കുറച്ചുകൂടി റിലാക്സ്ഡ് ആണ്. വൈഡ് ആയിട്ടുള്ള ഹാൻഡിൽ ബാറും അപ്രൈറ്റ് റൈഡിംഗ് പൊസിഷൻ ആണ് ബൈക്കിനുള്ളത്. സോ ഒരു റൈഡിംഗ് പോസ്റ്റർ കംഫർട്ടബിൾ ആയിരിക്കും. സസ്പെൻഷന്റെ ഭാഗത്തേക്ക് നോക്കുമ്പോൾ ഫ്രണ്ടിൽ 130 mm ട്രാവലുള്ള 43 mm ഷോവ അപ്സൈഡ് ഡൗൺ ബിഗ് പിസ്റ്റൺ ഫോക്സും, റിയർ സൈഡിലേക്ക് നോക്കുമ്പോൾ പ്രീലോട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന 115 mm ട്രാവലുള്ള ടിൻ ഷോവ ഷോക്ക് അബ്സോർബേഴ്സും ആണ് വരുന്നത്. ഇതൊരു സോഫ്റ്റ് സൈഡ് സസ്പെൻഷൻ അല്ല, കുറച്ച് സ്റ്റിഫ് ആയിട്ടുള്ള സെറ്റപ്പ് ആണ്. ഹൈവേസിലധികം വോഗ്ലിംഗ് ഒന്നും ഇല്ലാണ്ട് ക്രൂസ് ചെയ്യാൻ പറ്റും. ഓഫ് റോഡിലേക്ക് നോക്കുമ്പോൾ ഒരു കുഴിയിലേക്ക് ചാടുന്ന സിറ്റുവേഷൻ വരുമ്പോൾ പെട്ടെന്ന് അടി കൊണ്ട് നിലത്തടിക്കത്തില്ല. പക്ഷേ ഈ ഒരു ബൈക്കിൽ ലോങ് ടൂർ പ്ലാൻ ചെയ്യുന്ന ഒരു വ്യക്തിനെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞ സ്റ്റിഫർ ആയിട്ടുള്ള സസ്പെൻഷനും സീറ്റും ആണ് വരുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഇരിക്കുന്നതിന്റെ തൊട്ട് താഴെയായിട്ടാണ് ഫുഡ് ബ്രേക്സും വരുന്നത്. അപ്പോൾ ഈ ഒരു കോമ്പിനേഷനും റൈഡിംഗ് പോസ്റ്ററൊക്കെ വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാം ലോങ് റൈഡിലേക്ക് നോക്കുമ്പോൾ അണ്ടർ ബാക്ക് പെയിൻ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. നിതുംബങ്ങളും പെട്ടെന്ന് അസ്വസ്ഥരായേക്കാം. അതുകൊണ്ട് തന്നെ ഈ ഒരു ബൈക്കിൽ ലോങ് റൈഡ് ഫോക്കസ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് അറ്റ്ലീസ്റ്റ് ഒരു ജെൽ സീറ്റെങ്കിലും ബൈക്കിൽ നിർബന്ധമായിട്ട് ആഡ് ചെയ്തേക്കാം. ബൈക്കിന്റെ ബ്രേക്കിങ്ങിന്റെ ഭാഗത്ത് നോക്കുമ്പോൾ ഫ്രണ്ടിൽ 320 mm ഡിസ്കും റിയർ സൈഡിൽ 270 mm ഡിസ്കും ആണ് വരുന്നത്. കൂടാതെ ബൈബ്രയുടെ കാലിപ്പേസിനോടൊപ്പം ഡ്യുവൽ ചാനൽ ABS-ന്റെ സപ്പോർട്ടും സ്റ്റാൻഡേർഡ് ആയിട്ട് ഈ ഒരു ബൈക്കിൽ കമ്പനി കൊടുത്തിട്ടുണ്ട്. മുന്നിലെ ബ്രേക്കിന് നല്ലൊരു ഷാർപ്പ് ബൈറ്റ് ഉണ്ട്. നമ്മൾ ലിവർ അമർത്തുമ്പോൾ തന്നെ ബൈക്ക് കൃത്യമായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ഹൈ സ്പീഡിലേക്ക് നല്ലൊരു കോൺഫിഡൻസ് ബ്രേക്കിങ്ങിന്റെ ഭാഗത്തും കിട്ടും. മുന്നിൽ 19 ഇഞ്ചും പുറകിൽ 17 ഇഞ്ചും വരുന്ന സ്പോക്ക് വീൽസ് ആണ് ബൈക്കിനുള്ളത്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇതൊരു ട്രഡീഷണൽ സ്പോക്ക് വീൽസ് ആയതുകൊണ്ട് ഇതിൽ വരുന്നത് ട്യൂബ് ടയറുകളാണ്, ട്യൂബ്ലെസ് അല്ല. ക്ലീൻ ആൻഡ് മിനിമലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ലുക്കാണ് ബൈക്കിന്റെ റിയർ സെക്ഷനിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. റൗണ്ട് LED ടെയിൽ ലൈറ്റ്സും ഇൻഡിക്കേറ്റേഴ്സും കൂടെ ആകുമ്പോൾ ബൈക്കിന്റെ ആ ഒരു റെട്രോ സ്ക്രാംബ്ലർ ലുക്കിന് ഒരു പക്ക ഫിനിഷിംഗും കിട്ടുന്നുണ്ട്. ലുക്ക് വൈസും പെർഫോമൻസ് വൈസും ബൈക്ക് പക്കയാണ്. പക്ഷെ ഈ ബൈക്ക് 10 out of 10 പെർഫെക്റ്റ് ആണെന്നല്ല. ഈ ഒരു ബൈക്കിനും ഇതിന്റേതായ നെഗറ്റീവ്സ് ഉണ്ട്. അതിലൊന്നാണ് ബൈക്കിന്റെ വെയിറ്റ്. 216 കിലോയാണ് ബൈക്കിന്റെ വെയിറ്റ് വരുന്നത്. ഇപ്പൊ നമ്മൾ ടഫ് ഓഫ് റോഡ് എടുക്കുന്ന സമയത്ത് ബൈക്ക് ഒന്ന് വീണ് പോയി കഴിഞ്ഞാൽ നിവർത്താനായിട്ട് കുറച്ച് കഷ്ടപ്പെടേണ്ടി വരും. പിന്നെ മീറ്റർ കൺസോളുമായിട്ട് ഗൂഗിൾ മാപ്പ് കണക്ട് ചെയ്യുന്ന കാര്യം. മൊബൈലിന്റെ സ്ക്രീൻ ഓൺ ആയിരുന്നാൽ മാത്രമാണ് മീറ്ററിൽ നമുക്ക് മാപ്പ് കാണാൻ പറ്റുള്ളൂ. പക്ഷെ ഇതിന്റെ ആവശ്യം ഈ ഒരു ബൈക്കിൽ ഇല്ലാന്ന് തന്നെ പറയാം. കാരണം ഹാൻഡിൽ ബാറിൽ ഒരു മൊബൈൽ ഹോൾഡറോട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മൊബൈൽ വഴി മാപ്പ് നോക്കാം. ചാർജ് തീരുമെന്നുള്ള പേടി വേണ്ട. തൊട്ട് പുറകിൽ ചാർജിംഗ് പോർട്ടും ഉണ്ട്. നല്ല സിറ്റി ട്രാഫിക്കിലൊക്കെ പെട്ടുപോയി കഴിഞ്ഞാൽ ഈ ഒരു 650cc പാരലറ്റിന്റെ എഞ്ചിൻ നല്ല രീതിക്ക് ചൂടാൻ ചാൻസ് ഉണ്ട്. കാലിലേക്ക് ആ ഹീറ്റ് കൃത്യമായിട്ട് അടിക്കുകയും ചെയ്യും. ഇങ്ങനെ ഒരു 100 കുറ്റങ്ങൾ വേണമെങ്കിൽ നമുക്ക് ഏതൊരു ബൈക്കിനെ കുറിച്ചും പറയാം. പക്ഷെ ഇത്രയും നെഗറ്റീവ്സും കൂടെ ഉൾപ്പെടുമ്പോഴാണ് ആ ഒരു ബൈക്കിന്റെ പർപ്പസും ക്യാരക്ടറും ഒക്കെ കംപ്ലീറ്റ് ആവുള്ളൂ. റൈഡിങ് കംഫർട്ട് കുറച്ചൊക്കെ സാക്രിഫൈസ് ചെയ്ത് ആ ഒരു ആക്സിലറേഷന്റെ ത്രില്ലും വീക്കെൻഡ്സിൽ അത്യാവശ്യം ഓഫ് റോഡ് റൈഡ്സ് പ്ലാൻ ചെയ്യുന്നവർക്കും വേണ്ടിയിട്ടുള്ള ഒരു ബെറ്റർ ഓപ്ഷൻ ആയിരിക്കും റോയൽ എൻഫീൽഡിന്റെ BR650. അപ്പോൾ ഈ ഒരു ബൈക്ക് നിങ്ങളുടെ ക്യാരക്ടറിന് പറ്റിയൊരു ബൈക്കാണ്. നിങ്ങൾക്ക് ഈ ഒരു ബൈക്ക് എടുക്കാൻ പ്ലാൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ പെരുമ്പാവൂർ റോയൽ എൻഫീൽഡ് ഷോറൂമിന്റെ നമ്പർ ഞാൻ താഴെ കൊടുത്തേക്കാം. ബൈക്കിന്റെ EMI സ്കീംസിനെ കുറിച്ചും ഫിനാൻസിനെ പറ്റിയും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചറിയാം. ബൈക്ക് ടെസ്റ്റ് ഡ്രൈവ് അടിച്ച് നോക്കുക. ഓക്കെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ ഒന്നും നോക്കാനില്ല, ഫണ്ടൊക്കെ ഇറങ്ങി പോണതിനുള്ളിൽ കണ്ണുമുട്ടി പർച്ചേസ് ചെയ്തോളാം. പിന്നെ നമ്മളൊരു 10 മിനിറ്റിന്റെ ഉള്ളിൽ ഒതുങ്ങുന്ന വീഡിയോസ് ആണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. നമ്മുടെ വീഡിയോ കാണുന്നവരെ വെച്ചിട്ട് ഈ ഒരു 10 മിനിറ്റ് ഒരിക്കലും വേസ്റ്റ് ആവില്ല എന്നൊരു ചിന്താഗതി എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ കാണുന്നവരെ ലാഗടിപ്പിക്കാണ്ട് മാക്സിമം കാര്യങ്ങൾ മാക്സിമം വേഗത്തിലാണ് നമ്മൾ പ്രസന്റ് ചെയ്യുന്നത്. പക്ഷെ നമ്മുടെ പരിമിതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈക്കിന്റെ എല്ലാ കാര്യങ്ങളും ഈ ഒരു 10 മിനിറ്റിൽ ഉൾക്കൊള്ളിക്കുക എന്നത് ഇമ്പോസിബിൾ ആണ്. സോ നിങ്ങൾ ഈ ഒരു ബൈക്ക് ഓൺ ചെയ്യുന്ന വ്യക്തിയാണ് അല്ലെങ്കിൽ റൈഡ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ ഷെയർ ചെയ്യുക. അത് ഈ ഒരു ബൈക്ക് എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒത്തിരി ഹെൽപ്പ് ചെയ്യും. ഒരു ഛേദമില്ലാത്ത ഉപകാരമായിട്ട് കണ്ടാൽ മതി. അപ്പൊ നമ്മുടെ BR650യുടെ വിശേഷങ്ങൾ ഇവിടെ കൊണ്ട് അവസാനിക്കുകയാണ്. നമുക്ക് വീഡിയോ ചെയ്യാൻ ഏക മോട്ടിവേഷൻ എന്നത് നിങ്ങളുടെ സപ്പോർട്ട് മാത്രമാണ്. കൂടുതൽ വ്യൂസും ലൈക്സും കിട്ടാനായിട്ട് ഇവിടെ തുണിയായി ചാടാനൊന്നും ആരുമില്ല. സോ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, ഇതുപോലുള്ള കൂടുതൽ കണ്ടന്റ്സിൽ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം. പറ്റുവാണെങ്കിൽ ഒരു കമന്റ് ഇട്ടേക്കാം. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കണ്ടുമുട്ടുന്നവരേക്കും ദിസ് ഈസ് വിശാൽ വിജയൻ സൈനിങ് ഓഫ് ഫോർ മോട്ടോ ന്യൂസ് മലയാളം. താങ്ക് യു.